ತೀವ್ರ ಆಕ್ಷೇಪಕ್ಕೆ ಗುರಿಯಾಗಿರುವ ವಕ್ಫ್ ತಿದ್ದುಪಡಿ ವಿಧೇಯಕ 25 ತಕ್ಷಣ ಹಿಂಪಡೆಯುವಂತೆ ಒತ್ತಾಯಿಸಿ ವಕ್ಫ್ ರಕ್ಷಣಾ ಸಮಿತಿ ನೇತೃತ್ವದಲ್ಲಿ ಮಂಜೇಶ್ವರ ಭಾರೀ ಪ್ರತಿಭಟನೆಗೆ ಸಜ್ಜಾಗುತ್ತಿದೆ. ಎಲ್ಲ ಧಾರ್ಮಿಕ ನೇತಾರರು, ಪಂಡಿತರು ಹಾಗೂ ಜಾತ್ಯತೀತರನ್ನು ಒಟ್ಟುಗೂಡಿಸಿ ಏಪ್ರಿಲ್ 25ರಂದು ಕುಂಜತ್ತೂರಿನಿಂದ ಹೊಸಂಗಡಿ ತನಕ ಬೃಹತ್ ಸಂರಕ್ಷಣಾ ಪ್ರತಿಭಟನಾ ರ್ಯಾಲಿಯನ್ನು ಹಮ್ಮಿಕೊಳ್ಳಲು ಉದ್ಯಾವರ ರಫಾ ಹಾಲ್ನಲ್ಲಿ ಸೇರಿದ ಸಭೆಯಲ್ಲಿ ತೀರ್ಮಾನಿಸಲಾಗಿದೆ. ವಕ್ಫ್ ಸಂರಕ್ಷಣಾ ಸಮಿತಿಯ ಸಭೆಯಲ್ಲಿ ಮುಸ್ಲಿಂ ಸಮುದಾಯದ ವಿವಿಧ ಸಂಘಟನೆಗಳ ನೇತಾರರು, ಮಹಲ್ ಕಮಿಟಿ ಪದಾಧಿಕಾರಿಗಳು, ಸಾಮಾಜಿಕ ರಾಜಕೀಯ ಕಾರ್ಯಕರ್ತರು ಸೇರಿದಂತೆ ನೂರಾರು ಮಂದಿ ಪಾಲ್ಗೊಂಡಿದ್ದರು. ಕೇಂದ್ರದಲ್ಲಿ ಅಧಿಕಾರಕ್ಕೇರಿದ ಫ್ಯಾಸಿಸ್ಟ್ ಸರ್ಕಾರ ಅಲ್ಪಸಂಖ್ಯಾತರ ಮೇಲೆ ಸವಾರಿಯನ್ನು ಮುಂದುವರೆಸಿದೆ. ಮುಸ್ಲಿಂ ಸಮುದಾಯದ ಧಾರ್ಮಿಕ ಹಕ್ಕುಗಳನ್ನು ಕಸಿದುಕೊಳ್ಳುವ ದುರುದ್ದೇಶಪೂರಿತ ಉದ್ದೇಶದಿಂದ ಜಾರಿಗೆ ತರುತ್ತಿರುವ ವಕ್ಫ್ ತಿದ್ದುಪಡಿ ಕಾನೂನು ಭಾರತೀಯ ಸಂವಿಧಾನದ ಸ್ಪಷ್ಟ ಉಲ್ಲಂಘನೆಯಾಗಿದೆ ಎಂದು ಹೇಳಿರುವ ವಕ್ಫ್ ಸಂರಕ್ಷಣಾ ಸಮಿತಿಯ ಸಭೆ ಸಂವಿಧಾನದ ವಿರುದ್ಧದ ಸರ್ಕಾರದ ಕ್ರಮಗಳ ವಿರುದ್ಧ ಬಲವಾದ ಪ್ರತಿರೋಧವನ್ನು ವ್ಯಕ್ತಪಡಿಸಲು ಏಪ್ರಿಲ್ 25ರಂದು ಮಂಜೇಶ್ವರದಲ್ಲಿ ನಡೆಯಲಿರುವ ವಕ್ಫ್ ಸಂರಕ್ಷಣಾ ರ್ಯಾಲಿಯಲ್ಲಿ ಎಲ್ಲಾ ಜಾತ್ಯತೀತರು ಭಾರೀ ಸಂಖ್ಯೆಯಲ್ಲಿ ಭಾಗವಹಿಸಬೇಕೆಂದು ಸಭೆ ಕರೆ ನೀಡಿತು. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ ഉണ്ട്. പേര് പറയുമ്പോൾ ചിലപ്പോൾ വിട്ടുപോയാൽ അതൊരു വിഷയമാവുണ്ടാകും. ഞാൻ പേര് പറയുന്നില്ല. എന്നിരുന്നാലും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വഖഫാണ്. വഖഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ടും NRC വന്നപ്പോൾ വലിയ രീതിയിലുള്ള നമ്മൾ സമരത്തിലേക്കും കാര്യത്തിനൊക്കെ ഇറങ്ങിയ ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ RSSഉം BJPയും നമ്മുടെ മുസ്ലിമിനെ ഏത് രീതിയിൽ ഇല്ലാതാക്കാം, മാനസികമായിട്ടും ശാരീരികമായിട്ടും തകർക്കാനുള്ള എല്ലാ നീക്കത്തിലാണ് അവരിപ്പോൾ സ്വാഭാവികമായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവരും ഒന്നിച്ചിട്ട് രാഷ്ട്രീയമോ ഒരു രാഷ്ട്രീയവും സംഘടന ആവട്ടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു നമുക്ക് പ്രതിഷേധ റാലിയിലേക്ക് എല്ലാവരും അവരൊക്കെ കഴിയുന്ന ആളുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ ഒരു റാലിയാക്കി മുമ്പോട്ട് പോകണം. പ്രസംഗിക്കുന്നില്ല, കാര്യങ്ങളൊക്കെ പ്രസംഗിക്കാൻ അത് കാര്യം അതിൻ്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഈ പ്രസംഗത്തിന് വേണ്ടി മുതിരാതെ അധ്യക്ഷ പ്രസംഗം മറ്റു വിഷയങ്ങളൊന്നുമില്ല. കാരണം പരസ്പരം എല്ലാവരും പ്രസംഗം നമ്മളെ ഒരു കമ്മിറ്റിൻ്റെ ആദ്യം കൂടി ശ്രദ്ധപ്പെടുത്തും. ഒരു ടോൾ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. ആ ടോൾ ആക്ഷൻ കമ്മിറ്റിയുടെ റൈമിൻ്റെ പുരയിലാണ് കൂടിയത്. അന്ന് ഞാനും പിന്നെ ആയിട്ടുള്ള സംസ്ഥാന വഖഫ് സംരക്ഷണ സമിതിയുടെ ഒരു യോഗം കഴിഞ്ഞിട്ട് മുജീബ് റഹ്മാൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലേറ്റായി വരുമ്പോൾ അപ്പം സഹപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോൾ നാം സംഘടിപ്പിക്കാൻ യാദൃശികമായ ചർച്ച ചെയ്ത് ഉടലെത്താണ്. ആ ചർച്ചയിൽ നമ്മൾ ഒരു 5-8 പേരുണ്ടായിരുന്നു. ഇത് തുടങ്ങുമ്പോൾ ഏതൊരു സംവിധാനത്തിന് അങ്ങനെ ഉണ്ടാകും. പ്രചരണം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. പരമാവധി ആൾക്കാർ റഫലിന്റെ നമ്മളെ സെലീമിനോട് പുസ്തകം മൂവ്മെന്റ് നടത്തി ഒരു പ്രധാനപ്പെട്ട ഒരു റാലി കാലിക്കറ്റ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അതിന്റെ നേതാക്കന്മാർ നമ്മളെ പ്രചരിപ്പിച്ച ആളുകളെ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് എത്തുന്നു പ്രതീക്ഷിക്കുന്നു. ലീഡേഴ്സ് ഒരു നിർദ്ദേശം മാനിച്ചുകൊണ്ടായിട്ട് നമ്മൾ മാറ്റി ഇന്നത്തേക്ക് ചെയ്തിട്ടാകുമ്പോൾ ഞാനും ഉൾപ്പെടെ അതൊരു ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഞങ്ങൾ തന്നെ തീരുമാനിച്ച ഒരു പരിപാടി. ರೆಹಮಾನ್ ಉದ್ಯಾವರ V4 ನ್ಯೂಸ್ ಮಂಜೇಶ್ವರ. The Ocean Pearl Inn. Welcome to hospitality. Another landmark from the Ocean Pearl Group. Ideally located and well-equipped hospitality destination in the heart of the Mangaluru city. Find everything you need with aesthetic appeal and comfort in premium and deluxe rooms. Asian House is the city's first fine dine pan-Asian restaurant featuring Chinese, Thai, Japanese and Indian cuisine. Sagar Ratna is delighting its customers with authentic South Indian vegetarian cuisine, which are cooked fresh. Experience a world-class hospitality. The Ocean Pearl Inn, Vijay Kapikad, Mangaluru.